ജമ്മു ആൻഡ് കാശ്മീരിൽ ആക്രമണം, അതായത് കഴിഞ്ഞ ദിവസം അതിന് 2 ദിവസം മുമ്പ് ഇന്നലെ, കാരണം ഒരു പരിധിയിൽ കൂടുതലായിട്ട് പോവുകയാണ് ആക്രമണം. അതായത് ഉദ്ദേശ ലക്ഷ്യം നരേന്ദ്രമോദി അധികാരത്തിൽ വന്നു, വീണ്ടും കാശ്മീർ ഇഷ്യൂ എന്ന് പറയുന്നത് വീണ്ടും അവിടെ സമാധാനം കൈവരാൻ സാധ്യതയുണ്ട്, അവിടെ ഡെവലപ്മെൻറ്റ്സ് വരുന്നു. അപ്പോൾ എങ്ങനെയെങ്കിലും അതിനെ ഡീറെയിൽ ചെയ്യുക, അപ്പോൾ ഇതിൻ്റെ ഉദ്ദേശ ലക്ഷ്യം തന്നെയാണ്. അവസാനം കാശ്മീർ അവിടെ പ്രശ്നം ഉണ്ടാക്കുന്നില്ല. അവിടെ എന്താണ് കാശ്മീരിൽ പ്രശ്നമുണ്ടാക്കുക? കാരണം അവിടെ പ്രശ്നമുണ്ടാക്കിയാൽ അവിടെ സജ്ജമായിട്ട് ഇന്ത്യൻ സൈന്യം, പാരാമിലിറ്ററി ഫോഴ്സ് അവിടെ വെൽ ഡിപ്ലോയിഡ് ആണ്. പകരം ഹിന്ദുക്കൾ കൂടുതലായിട്ടുള്ള ജമ്മു റീജിയനിലാണ് ഇപ്പോഴവർ പ്രശ്നം ഉണ്ടാക്കുന്നത്. അതായത് അവരുടെ സ്ട്രാറ്റജി ഹിന്ദുക്കളെ എങ്ങനെയെങ്കിലും ജമ്മുവിൽ കൂടെ അവിടുന്ന് പ്രശ്നമുണ്ടാക്കി മാറ്റുക. ഇതാണ് ഇപ്പോഴവർ എടുത്തിരിക്കുന്ന സ്ട്രാറ്റജിയുടെ ഭാഗം. ഇതിനെ പാകിസ്ഥാൻ പൂർണ്ണമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നു. ഇനി പാകിസ്ഥാൻ സപ്പോർട്ട് ചെയ്യുന്നതിനും പ്രത്യേകിച്ച് ഉദ്ദേശമുണ്ട്. ഇപ്പോൾ പാക് ഓക്കുപ്പൈഡ് കാശ്മീരിലാണ് അവർ പറയുന്നു, അവിടെയുള്ള ഭൂരിഭാഗം കാശ്മീരികളും പറയുന്നു അവർക്ക് ഇന്ത്യയുടെ കൂടെ ലയിക്കണം. അവിടെ പാകിസ്ഥാൻ ഗവൺമെൻറ്റിനെതിരെയും പട്ടാളത്തിനെതിരെയും അവിടെ പ്രക്ഷോഭം നടക്കുകയാണ്. അപ്പോൾ അതിനെ എങ്ങനെയെങ്കിലും തണുപ്പിക്കാൻ പല ആവർത്തി ഇവർ ശ്രമിച്ചിട്ട് പോലും അവിടെയൊന്നും കാര്യമായിട്ട് നടക്കുന്നൊന്നുമില്ല. കാരണം ഇപ്പോഴത്തെ ഇന്ത്യയുടെ കാശ്മീരാണെങ്കിൽ ശരിക്കും ഡെവലപ്പ് ചെയ്യുന്നു. അവിടെയുള്ള കാശ്മീരികളായിട്ടുള്ള മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് അത് വളരെയധികം പോസിറ്റീവായിട്ട് ഫീൽ ചെയ്യുന്നു. അവർക്ക് ആപ്പിളിന് വില കിട്ടുന്നു, സാഫ്രോണ് വില കിട്ടുന്നു, അവരുടെ കാർഷിക സംഭവങ്ങൾ അതിന് വില കിട്ടുന്നു. അതേപോലെ കാശ്മീരി ഹാൻഡിക്രാഫ്റ്റ് അവരുണ്ടാക്കുന്ന പരവധാനികൾ, അങ്ങനെ അതിന് വില കിട്ടുന്നു. അതായത് ബിസിനസ് ആസ് യൂഷ്വൽ, അതായത് നോർമലായിട്ടുള്ള ഒരു ജനത മുന്നോട്ട് പോകുവാൻ ശ്രമിക്കുന്നു ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ടോടുകൂടി. ഇവിടെയാണ് ഇതിനെ ഡീറെയിൽ ചെയ്യണം എന്നും പറഞ്ഞ് ജമ്മു റീജിയനിലോട്ടാണ് ഇപ്പോഴീ ഭീകര ആൾക്കാർ വന്നിരിക്കുന്നത്. അപ്പം ഈ കാശ്മീരുമായിട്ട് ബന്ധപ്പെട്ട് വളരെ വർഷങ്ങൾ കൊണ്ട് എനിക്കറിയാവുന്ന അവിടെ ഓപ്പറേഷൻ കമാൻഡിൻ്റെയൊക്കെ മേധാവികളായിരുന്ന പല മേജർ ജനറൽ, ലെഫ്റ്റനൻറ്റ് ജനറൽ, ഇവരോടൊക്കെ സംസാരിച്ചപ്പോഴും ഇവർ നേരത്തെ പറയുന്നൊരു പോയിൻ്റുണ്ട്. ഇത് ഗവൺമെൻറ്റിന് പലപ്പോഴായിട്ട് റെക്കമെൻഡേഷൻ കൊടുത്തിട്ടുണ്ട്. ഒരു കാരണവശാലും കാശ്മീരി അവിടെയുള്ള ഭൂരിഭാഗമായിട്ടുള്ള മുസ്ലിം കമ്മ്യൂണിറ്റി ഹിന്ദുക്കളെ അക്സെപ്റ്റ് ചെയ്യുകയില്ല. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ കാശ്മീരി പണ്ഡിറ്റുകളെ മുഴുവൻ അവിടുന്ന് ഓടിച്ചു കളഞ്ഞത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് ഫറൂഖ് അബ്ദുള്ള ANIക്ക് കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത്, അതാണ് തമാശയെന്ന് പറയുന്നത്, കാശ്മീർ ഇത്രയും പ്രശ്നമുണ്ടാക്കുന്നു, ജനങ്ങളെ വെടിവെച്ച് കൊല്ലുന്നു, പിൽഗ്രിമിന് പോകുന്ന കൊച്ചുകുട്ടി 2 വയസ്സോ 1 വയസ്സുള്ള കുട്ടികളെ വെച്ച് വെടിവെച്ച് കൊല്ലുമ്പോൾ അയാൾ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റാണ് ഏറ്റവും ഭീകരമായിട്ട് രസകരമായിട്ടും തോന്നുന്നൊരു സംഭവം. എന്തുകൊണ്ട് പാകിസ്ഥാനോടും അഫ്ഗാനിസ്ഥാനോടും സംസാരിച്ചുകൂടാ? ഇതാണ് ഇവരുടെയൊക്കെ അവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളുടെയും, അതായത് ഇന്ത്യ മുന്നണിയായി ബന്ധപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയാണ് ഫറൂഖ് അബ്ദുള്ള, മുഫ്തിയുടെ പഴയ മുഫ്തി മകള് ഒമർ അബ്ദുള്ള, ഇവരുടെയൊക്കെ മനസ്സിലിരിപ്പ് ഇതാണ്. എന്തുകൊണ്ട് പാകിസ്ഥാനുമായിട്ടും അതേപോലെ തന്നെ അയൽ രാജ്യങ്ങളുമായിട്ട് സംസാരിച്ചിട്ട് ഇതിനൊരു റിസൾട്ട് കൊണ്ടുവന്നുകൂടാ? ഇവരുമായിട്ട് നേരത്തെ സംസാരിച്ചിട്ടും ഈ പാകിസ്ഥാൻ എന്ന് പറഞ്ഞ് ഒരു കാരണവശാലും ഈ അതിർത്തി കടന്നു വരുന്ന സമാധാനത്തിനെ എതിർക്കുന്ന ഒരു കൂട്ടരെ അവർ വിട്ടുകൊണ്ടിരുന്നത്. അവരാണ് ട്രെയിനിങ് കൊടുക്കുന്നത്, അവരാണ് പണം കൊടുക്കുന്നത്, അവരാണ് വെപ്പൺസ് കൊടുക്കുന്നത്. അവരൊരു കാരണവശാലും അതിനെ തടയിടുവാൻ ശ്രമിച്ചിട്ടില്ല. അവരോട് വീണ്ടും ബൈലാട്രിയൽ ടോക്സിന് പോകുവാൻ വേണ്ടിയാണ് ഈ ഫറൂഖ് അബ്ദുള്ള ഉൾപ്പെടെ ഉള്ളവർ പറയുന്നത്. അതാണ് അതിൻ്റെ പോയിൻ്റ് എന്ന് പറയുന്നത്. അപ്പം എനിക്കറിയാവുന്നൊരു ഇതുണ്ട്. കാരണം പല ഡിഫൻസ് ഓഫീസേഴ്സ് അവിടെ സെർവ് ചെയ്തിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് ഇപ്പം അവിടെ കാശ്മീരി പണ്ഡിറ്റുകൾക്ക് അവിടെ തിരികെ വരാനുള്ള താല്പര്യമില്ല. കാരണം അവരെ ഈ പറയുന്ന അവിടെ ഭൂരിപക്ഷമായ മുസ്ലിം കമ്മ്യൂണിറ്റിയിലുള്ളവർ അവിടെ ജീവിക്കാൻ സമ്മതിക്കില്ല. അവിടെ അവരെ മാത്രമൊന്നുമല്ല, അവിടെ ഉണ്ടായിരുന്ന ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി അവരെ അവിടെ നിന്ന് ഓടിച്ച് അവരുടെ പള്ളിയും എല്ലാം കത്തിച്ച് കളഞ്ഞ സംഭവങ്ങൾ പലതുണ്ട്. അവിടെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി നാമമായിട്ട് അവിടെ ഇവിടെ മാത്രമേ ഉള്ളൂ. ഇപ്പം ഇവിടെ ഗവൺമെൻറ് ചെയ്യാവുന്ന ഒരേ ഒരു ഓപ്പറേഷൻ സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഇസ്രായേൽ ചെയ്ത പോലെ തന്നെ ചെയ്യണം.
അതായത് വെസ്റ്റ് ബാങ്കിലാണെങ്കിലും മറ്റ് പല ഭാഗത്തും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള ഇസ്രായേലി കമ്മ്യൂണിറ്റിയെ കൊണ്ടുവന്ന് താമസിപ്പിച്ചു. അവരെ കൊണ്ടുവന്ന് അവർക്ക് താമസ സൗകര്യം ഒരുക്കി കൊടുത്തു. ഗവൺമെൻറ് അവർക്കൊരു പ്രത്യേക ക്യാമ്പസ് ഉണ്ടാക്കി കൊടുത്തു. ഈ പാലസ്റ്റീൻകാരും ഈ പറയുന്ന ടെററായിട്ടുള്ള ആൾക്കാരും ഉള്ള ഭാഗത്തേക്ക്. അപ്പോഴാണ് വെസ്റ്റ് ബാങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും ഒതുങ്ങിയത്. ഇതാണ് നമ്മൾ പഠിക്കേണ്ട പ്രധാനപ്പെട്ട പാഠം. കാരണം ഇസ്രായേലിനെ ഈ കാര്യത്തിൽ നമ്മൾ ഫോളോ ചെയ്യണം. അതേപോലെ തന്നെ ഈ കാശ്മീർ ഇഷ്യൂവുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യയിലെ ഹിന്ദുക്കളായ ജനങ്ങളെ, കാരണം അവരെയാണ് ഏറ്റവും കൂടുതൽ അറ്റാക്ക് ചെയ്യുന്നത്. ഈ കാശ്മീരിൽ പല ഭാഗത്തുമായിട്ട് ഇതേപോലെയുള്ള വലിയ ക്യാമ്പസ് ഉണ്ടാക്കി 200-300 ഏക്കർ ക്യാമ്പസിനുണ്ടാക്കിയിട്ട് അവിടെ അവരെ കൊണ്ട് താമസിപ്പിച്ച് അവിടെ സ്കൂളും പരിപാടികളൊക്കെ ചെയ്ത് കഴിയുമ്പോൾ, കാരണം ഇവരുടെ പോപ്പുലേഷനുമായിട്ട് ഏകദേശം ഒരു 10% ഹിന്ദു പോപ്പുലേഷൻ ഇവരുമായിട്ട് ഒന്ന് താരതമ്യം ചെയ്ത് വരുമ്പോൾ, കാരണം ഇപ്പോൾ ഒട്ടുമൊന്നുമില്ല, ഇവർ ഈ പറയുന്ന ഭൂരിഭാഗമായി താമസിക്കുന്ന കാശ്മീരി മുസ്ലിംസ് ഈ കാര്യം മനസ്സിലാക്കും. എന്നാൽ മാത്രമേ ഇതിന് അറുതി ഉണ്ടാവുകയുള്ളൂ. കാരണം നമ്മൾ എത്ര വെച്ച് ഫോഴ്സിനെ കൊണ്ട് നമ്മളത് ഓപ്പറേഷൻ സക്സസ് ആയാലും ഈ ഇഷ്യൂ ഇങ്ങനെ തുടരും. അപ്പോൾ അതുകൊണ്ട് പഴയ ഡിഫൻസിൻ്റെ ഓഫീഷ്യൽസും അവിടെ ഓപ്പറേഷൻ കമാൻഡൻറ്റും ഒക്കെ ആയിരുന്നവർ പറഞ്ഞ ഈ സ്റ്റേറ്റ്മെൻറ്റാണ് ഗവൺമെൻറ് ചിന്തിക്കേണ്ടത്. കാരണം ഇതുമായിട്ട് ബന്ധപ്പെട്ട പല പ്രപ്പോസലും ഡിഫൻസും എല്ലാം കൊടുത്തിട്ടുണ്ട്. അവിടുത്തെ ഓപ്പറേഷൻ കമാൻഡ്, നോർത്തേൺ കമാൻഡും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു രീതിയിൽ വരാൻ പോകുന്ന 5 വർഷം കൊണ്ട് ഏകദേശം 2-3 അല്ലെങ്കിൽ 4% കാശ്മീരി പോപ്പുലേഷൻ്റെ അകത്തോട്ട് ഹിന്ദു പോപ്പുലേഷൻ കയറുകയാണെങ്കിൽ ഈ സംഭവങ്ങൾക്ക് ഒരു പരിധിവരെ പരിഹാരമുണ്ടാക്കുവാൻ ഗവൺമെൻറ്റിനെ കൊണ്ട് സാധിക്കും. കാരണം കാശ്മീർ എന്ന് പറഞ്ഞ ടെറൈൻ എല്ലാ ടൂറിസം ടെറൈനാണ്. മറ്റുള്ള പല പൊട്ടൻഷ്യലുണ്ട്, കൃഷി ചെയ്യാം, മറ്റ് പലതുമുണ്ട്. അപ്പോൾ ഇന്ത്യയിൽ പല രീതിയിലുള്ള ജനങ്ങളുണ്ട്. അപ്പോൾ അവരെ എന്തുകൊണ്ട് റീഹാബിലിറ്റേറ്റ് ചെയ്ത്, അതായത് ഇസ്രായേൽ ചെയ്ത സെയിം മോഡസ് ഓപ്പറൻഡി ഇവിടെ ചെയ്യുകയാണെങ്കിൽ കാശ്മീരിൽ നമുക്ക് സക്സീഡ് ചെയ്യാൻ സാധിക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം.